ഔലിയാക്കൾ റഹ്മത്തിന്റെ മാലാകന്മാര് പറഞ്ഞിറങ്ങുന്ന ഒരു കഥ നമുക്ക് അനുഭവം നമ്മൾ പറഞ്ഞു തന്നു. ഇങ്ങനത്തെ വന്നിട്ട് അവിടെ ആരാധിക്കാനും പറ്റൂല, പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് തന്നൂടാൻ പറ്റുന്നില്ല. ഇനി അവിടെ വന്നിട്ട് കൊടിമരത്തിന്റെ പോലെ കെട്ടിപ്പിടിച്ചാലും പറ്റില്ല. ഇപ്പൊ അവിടെ എല്ലാവർക്കും പിടിക്കാൻ പറ്റില്ല. അവിടെ കെട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് ഞാൻ നേരം പോയിട്ട് നെയ്ച്ചുള്ള കൊടിമരം ഉണ്ടാകും കേട്ടോ. പേടിയാണ്. അതിന്റെ കൂടെ ശ്രോതാക്കളും വെറുതെ വരുന്നില്ല. അത് അല്ലാഹു നമുക്ക് തന്നൊരു നിഅമത്താണ്. സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ പടച്ചുറപ്പ് എനിക്ക് തന്നൊരു നിഅമത്താണ്. ഞാൻ എന്ത് ചെയ്ത് അത് എന്റെ കറാമത്തല്ല. എന്തറിയോ, 24 മണിക്കൂറും അവിടെ നിങ്ങനെ സ്വലാത്തിങ്ങനെ ചൊല്ലും. 24 മണിക്കൂറും സ്വലാത്ത് ചൊല്ലും. അപ്പൊ അതുകൊണ്ട് നൂറെ ഹബീബിന്റെ മുച്ചമണികള് ആ കൊടിമരം എന്ത് ചെയ്യരുത്, കൊടിമരം അവിടെ വന്നിട്ട് ആരാധന വസ്തുക്കളാക്കരുത്. പേടിയാണെങ്കിൽ എനിക്ക് നിങ്ങളെ പേടിയാണ്. അവിടെ അതവുകൾ ഇഞ്ഞ് അല്ല, ഇത് 4 വർഷം മുമ്പ് തന്നെ അവിടെ എപ്പോഴും ജനങ്ങളാണ്. അപ്പൊ ഇന്നും തന്നെ അവിടൊക്കെ ജനങ്ങൾ നിറഞ്ഞ. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും വീട്ടിലെ ആളുകൾ സാധാരണ തങ്ങളെ അവിടെ വീട്ടില് ആൾക്കാർ എന്ത് ചെയ്യാം, കുടുംബം ചെയ്യാം. അല്ലാഹു ഈ 4 നാൾ ബർക്കത്തിയായിട്ട് ആര് എന്ത് വിഷമം എന്ന് പറഞ്ഞാലോ വാർത്ത കേട്ടോ. പക്ഷെ നിങ്ങളെക്കാളും വേർക്കുന്നു കേട്ടോ. ഞാനും അത് നല്ലൊരു മരുന്നില്ലേ, ഞാൻ ആയുർവേദിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോരാ, ഇംഗ്ലീഷ് ഡോക്ടർ കാണിക്കാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ നമ്മൾ പറ്റപ്പോയി ഒരാഴ്ച വിട്ട് മരിക്കും ചെയ്തു. അള്ളാഹു വിശാലാക്കട്ടെ. മനസ്സിലായല്ലേ? എന്റെ അടുത്ത് വരാറുണ്ട്. ഇപ്പൊ അടുത്ത് ഒരൊറ്റ കഥ എന്നെ കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും എനിക്കറിയില്ല. 2 തണ്ടും തടിയില്ല 2 ആൾക്കാരുണ്ട്, 2 മക്കളുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞു ക്രൂരവേദനയാണ്. ഇതാ കുട്ടി എന്ന് പറഞ്ഞ 1.25 ലക്ഷം രൂപ. എന്നോടൊരു സങ്കടം. ഒരാളെങ്കിലും ആശുപത്രിക്ക് പറഞ്ഞാണെങ്കിൽ ഇല്ല, ഇനി തുണി കുപ്പാക്കൊന്ന് റെഡിയാക്കി എല്ലാവരും ഔറത്തും ഈ മക്കളേക്ക് നമുക്ക് ആയി കൊടുക്കേണ്ടിയോ? എല്ലാവരും മക്കൾക്ക് സ്വരിക്കില്ലേ? ഇനി നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ കടക്കണം. ഇത് തുറന്ന് വെക്കണം കേട്ടോ, തുറന്ന് വെക്കണം കേട്ടോ. തുണി കുപ്പാക്ക് റെഡിയാക്കോ? സുബ്ഹാനല്ലാഹ്. അവിടെ എല്ലാവരും നമ്മൾ നികത്തി വെക്കണം കേട്ടോ. അതിലും മക്കളെ പരീക്ഷ ഉണ്ട്, അതുപോലെ തന്നെ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒക്കെ കേട്ടോ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ആര് സംസാരിക്കും നിയ്യത്ത് വെച്ചിട്ട് സംസാരിച്ചപ്പോൾ ഫോണൊക്കെ സൈലന്റ് ആയിക്കോട്ടെ കേട്ടോ. ഈ വരവ് കരുണക്കടലായ ഞങ്ങളെ തേടി വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളെ മജ്ലിസിലേക്കാണ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് ദുരിതങ്ങളുണ്ട്, ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, പടച്ചറപ്പേ പങ്കെടുത്തതിന്റെ ഈ മജ്ലിസിൽ ഒരൊറ്റ കാരണം കൊണ്ട് നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾ വിഷമങ്ങൾക്കൊന്നും മനസ്സിൽ വിചാരിച്ചു. صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ വെച്ച നിയത്തിന് നീ സ്വീകരിക്കണേ അല്ലാഹ് ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അല്ലാഹുവോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഞങ്ങൾ ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങളെ നിയത്തിന് നീ സ്വീകരിക്കണേ അല്ലാഹ് അടുത്ത മജ്‌ലിസിൽ വരുമ്പോഴത്തേക്ക് റബ്ബേ സന്തോഷ വാർത്തകൾക്ക് കൊണ്ട് റബ്ബേ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകണേ അല്ലാഹ് ഫാത്തിഹ നമ്മൾ ഓതുകയാണ് إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് ഓരോ ഹർഫിന്റെയും ഓരോ അക്ഷരങ്ങളുടെയും പ്രതിഫലം നൽകണമല്ല അല്ലാഹുവേ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ പാവങ്ങളാ നല്ല ചൂടാണ് നല്ലോണം ഞങ്ങൾ വയർക്കുന്നുണ്ട് ഖാലിഖായ പടച്ചറപ്പേ ഞങ്ങളെ ശിരത്തറിഞ്ഞു കൂടിയ മാരകമായ രോഗത്തിന്റെ വൈറസുകൾ ഉണ്ടെങ്കിൽ ഇത് ഇറപ്പിലേക്ക് വന്നിട്ട് അതൊക്കെ നീ കരിച്ചു കളയണം അല്ലാഹ് بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق خاتم لما ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. خاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي
إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ناصر الحق بالحق والهادي إلى صراطك المستقيم الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله 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 ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹു ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊണ്ട് റബ്ബേ സങ്കടങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ ഞങ്ങൾ വെച്ച നെയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ് ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കിക്കൊണ്ട് റബ്ബേ അല്ലാഹു ഈ തേനങ്ങളെ കുടിക്കുന്നതോടുകൂടി ഞങ്ങളെ ശരീരത്തിലുള്ള മാരകമായ എല്ലാ വൈറസുകളെയും കരിച്ചു കളയണം കരിച്ചു കളയണം ഇൻഷാ അല്ലാഹ് 33 പുൽഹുദ നമ്മൾ ഓതുകയാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്
لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹു തേനങ്ങളെ കുടിക്കാൻ പോവുകയാണ് ഇത് കുടിക്കുന്നതോടുകൂടി റബ്ബേ നിങ്ങൾ ശേത്തുള്ള മാരകമായ എല്ലാ രോഗങ്ങളെ വൈറസുകളെയും നീ നശിപ്പിച്ച് കളയണം അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതോടുകൂടി ഞങ്ങളുടെ മക്കളെ ബുദ്ധി വർദ്ധിപ്പിക്കണമല്ലാ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ എത്ര വലിയ ലോകമാണെങ്കിലും അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഒരു മൂടിയില് നമ്മുടെ മൂടി തേന്റെ മൂടി രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കുടിക്കും അല്ലാഹു ശിഫ നൽകട്ടെ മുറികളൊക്കെ ഉണ്ട് കാര്യങ്ങൾ തേച്ചു കുടിക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ അല്ലാഹു നൽകട്ടെ അലൈക്കും ബിശിഫാഇ അൽ ഖുർആൻ വൽ അസ്ൽ മരണമല്ലാത്ത എല്ലാ രോഗത്തിനും തേന് ശിഫയാണ് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ അല്ലാഹു നമ്മളെ റൂഹിനെ ഒന്ന് പിടിക്കാതിരിക്കട്ടെ ദീന കാരണം മദീന വല്ലാത്തൊരു അനുഭൂതിയാണ് റഹ്മത്തിന്റെ മലക്കുകൾ 24 മണിക്കൂർ പറന്നിറങ്ങുന്ന സ്ഥലമാണ് മദീന ഇറങ്ങെങ്കിലും പോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ലേ ആ മദീന കാണാൻ ഭാഗ്യം
ഭക്ഷണം പ്ലീസ്. അപ്പൊ സുബ്ഹാനഹു വ തആല റബ്ബ് തന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഞാൻ ഒരു തവണ പഠിച്ചു കൊടുത്താണ് റബ്ബേ, ഒരു തവണയെങ്കിലും മദീന കാണാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്യുന്നു. ഇപ്പൊ ഒരു മാസത്തിൽ ഒരു വട്ടം പോകുന്നു, ഒരു മാസത്തിന് ഒരു വട്ടം പോകുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച മദീനത്ത് പോയി. നിങ്ങൾ കേൾക്കുന്നു, ഞാൻ അവിടെ പോയി ഇറങ്ങുന്നത് ഒരു 9-12 മണിക്കാണ്. എത്ര നോക്കുമ്പോ എനിക്ക് റൗദ 1:30. റൗദ ഷരീഫിൽ കയറാനുള്ള സമയം എനിക്ക് കിട്ടിയ 1:30. പോയ ആൾക്കൊന്നും അങ്ങനെ കിട്ടും. അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിനെ കിട്ടി. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്റെ കൂടെ ഒത്തിരി പേര് ഉംറ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. കന്യകമാരാണ് ഇവർക്കൊക്കെ ആയിട്ട് കിട്ടൂല. കാരണം ഞാൻ ഇതായിട്ട് വെച്ച് നമ്മൾ കിട്ടുന്നൊക്കെ ഇങ്ങനെ 14 ആൾക്കാരെ കൊണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എപ്പോ പോയാലും നമ്മള് താമസിക്കാൻ താജുൽ വർഗ കിട്ടും. താജുൽ വർഗാണ് ഹോട്ടലിൽ എനിക്ക് കിട്ടുക. അത് അല്ലാഹു തന്നൊരു നിഅമത്താണ് കേട്ടോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് മദീന അല്ലാഹുവിന്റെ മുന്നിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ. ഇതിനെക്കുറിച്ച് അറിയിക്കാൻ മദീനയെ കുറിച്ച് വർണ്ണിക്കാൻ الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله عليك يا سيدي يا خليل الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا خير خلق الله الصلاة والسلام عليك يا سيدي يا من اختاره الله الصلاة والسلام عليك يا سيدي يا من أرسله الله الصلاة والسلام عليك يا سيدي يا من زينه الله الصلاة والسلام عليك يا سيدي يا من شرفه الله الصلاة والسلام عليك يا سيدي يا من كرمه الله الصلاة والسلام عليك يا سيدي يا من علمه الله الصلاة والسلام عليك يا سيدي يا سيد المرسلين الصلاة والسلام عليك يا سيدي يا إمام المتقين الصلاة والسلام عليك يا سيدي يا خاتم النبي الصلاة والسلام
والسلام يا سيدي عليك يا سيدي يا شفيع المذنبين يا شفيع المذنبين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا خاتم النبي يا خاتم النبي الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول رب العالمين يا رسول رب العالمين الصلاة والسلام السلام عليك يا سيدي عليك يا سيدي يا رحمة للعالمين يا رحمة للعالمين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي قلت حيلتي أدركني أدركني يا رسول الله يا رسول الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي قلت حيلتي أدركني أدركني يا رسول الله يا رسول الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول الله يا رسول الله قلت حيلتي قلت حيلتي أدركني أدركني يا رسول الله يا رسول الله السلام السلام عليك عليك أيها أيها ورحمة الله ورحمة الله وبركاته وبركاته الله സ്വീകരിക്കണേ അല്ലാഹ് آمين നീട്ടിയ കരങ്ങളുമായി വായി മറക്കില്ല റബ്ബേ ഒരു തവണയെങ്കിലും പറയൊരു തവണയെങ്കിലും മദീന കാണാതെ അതിനെ കാണാതെ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ല റബ്ബേ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ല ആ മണ്ണ് ചുംബിക്കാതെ ആ മണ്ണ് ചുംബിക്കാതെ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ല റബ്ബേ റൂഹിനെ പിടിക്കല്ല റബ്ബേ പോയ ഞങ്ങൾക്ക് പോകാം ഇനിയും പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ കൂടെ ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാം സ്വർഗ്ഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരാൾക്കുള്ള നോമ്പ് തുറന്നു എന്തേ നമ്മളെ വാപ്പ ഖബറിലാണ് ഇല്ല നമ്മളെ ഉമ്മ ഖബറിലാണ് നമ്മളെ ഭർത്താവ് ഖബറിലാണ് ആ 21-ാമത്തെ വ്യാഴാഴ്ച രാത്രിയാണ് മജ്‌ലിസ് ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരാൾക്കുള്ള നോമ്പ് തുറക്കുള്ള നിങ്ങൾ തരും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ കൂടിപ്പോയോ ഇല്ലല്ലോ കൂടിപ്പോയോ അപ്പോ നമ്മൾ ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചലഞ്ച് ഏറ്റെടുക്കുക 21-ാം രാവിലെ വ്യാഴാഴ്ച ദിവസം നടക്കുന്ന ആ നോമ്പ് തുറയിലും തൗബയുടെ മജ്‌ലിസിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ അത് കുടുംബത്തോടൊക്കെ പറയാൻ കൂട്ടമായിട്ട് നോമ്പ് തുറക്കും കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വീട്ടിലൊക്കെ നോമ്പ് തുറ നടത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം നോമ്പ് തുറന്ന് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് തുറന്നിടത്തുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ കാരണം തരുമോ നോമ്പിന്റെ അന്ന് ഒരുപാട് ആളുകൾ സ്ഥലത്തിന് പൈസ തരാൻ വിചാരിച്ചിട്ടുണ്ട് പൈസ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങളൊക്കെ ആമുഖമായിട്ട് ഞാൻ ആദ്യം അഡ്വാൻസ് എടുക്കുകയാണ് വെറുതെ വരും ആയെടുക്കണം അല്ലാഹു ബർക്കത്ത് കേട്ടോ ഇൻഷാ അല്ലാഹ് പിന്നെ കഴിയുന്നവർ സ്വലാത്തി ഇതിന്റെ പൈസ നമ്മൾ കൊടുത്തോട്ടില്ല ഇന്ന് എനിക്ക് തന്നോട് വയ്യ കൊടുക്കാൻ അമ്മടത്തിലാക്കൂടി ഇന്നലെ കിട്ടിയത് നമുക്ക് വിളിങ്ങാവുന്നതാണ് ഓർഡർ കിട്ടിയത് വിഷയമില്ല അവർക്ക് യൂട്യൂബർമാർ പറയും അതൊക്കെ അതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ടാണ് അതൊന്നും സാരമില്ല തവക്കൽതു അലല്ലാഹ് ഇബ്ലീസിന്റെ പണി എന്താ പിഴപ്പിക്കുക അല്ലേ
സ്വർഗം തടയുക അത് ഇബ്ലീസിന്റെ പണിയാണ്. അതിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുമ്പോ പിന്നെ മെല്ലെ മെല്ലെ പോകുന്നത് അവിടെ ആദ്യങ്ങളാണ് സാറിന്റെ പറയും. അതിൽ തൊടാതിരിക്കാൻ എന്നുള്ളത് ഇപ്പൊ നമ്മൾ തുഞ്ഞാൽക്കുന്നതിനെ പറ്റുമോ? തൊടാൻ പറ്റൂല. അള്ളാഹു ബർക്കത്ത് ഒരൊറ്റ ഇപ്പൊ തന്നാലും ഞാൻ വാങ്ങും. അള്ളാഹു ബർക്കത്ത് റഹ്മത്തിൽ തങ്ങളോട് ഇങ്ങനെ ഇത്ര ജനം കൂടെ ചെയ്ത് റഹ്മത്തിന്റെ മതം തന്നെയാണ് അല്ലേ? അള്ളാഹു ബർക്കത്ത് ഇതിന്റെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ഉസ്താദ് സ്ഥാപനം എനിക്ക് പഠിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാണ് അള്ളാഹു ബർക്കത്ത്. എന്നാൽ അള്ളാഹുവിന്റെ നാടിനും എന്റെ വീടിനും ആ കൊടിമരത്തിനും അള്ളാഹുവിന് ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ആ ബർക്കത്ത് അള്ളാഹു നിലനിർത്താൻ ഒരൊറ്റ ഫാത്തിഹ. ആ ഫാത്തിഹ എത്ര മണിക്ക് ഭാഗ്യം ദിവസം അവിടെ ആവശ്യത്തിന് വേണ്ടി പോവാൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ പോകാൻ ശ്രദ്ധിക്കാം. ബാക്കി കൊടുക്കാൻ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. حبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اوفي وبلغ مثل ثواب ما قريناه وما صليناه وما سلمناه هدية واصلا ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكان محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وأوردنا حوضه المورود. اللهم بارك لنا في رجب وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن. اللهم ابطل ظاهرية وباطنية وروحانية وجسمانية وشيطانية وجنية وغينية وسحرية يا رب العالمين. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنال به الوقادة وتنفرج به القربة وتقضى به الهوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مغلوم لقى. الله ഞങ്ങളെ ഓതിയ സ്വീകരിക്കണം. അല്ലാഹുവേ നൂറെ ഹബീബിന്റെ മുത്തുമണികളും ഞങ്ങളും ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണം. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിനെ 4600 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചിന്തിലെ ചോരയായ കരളിന്റെ കഠിനമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണം. നൂറെ ഹബീബിന്റെ മുത്തുമണിയുടെ പാവങ്ങളാ, ഒരുപാട് വിഷമങ്ങളുള്ളവരാ, ഒരുപാട് സങ്കടങ്ങളുള്ളവരാ, ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് നീങ്ങുന്നവരാ. നൂറെ ഹബീബിന്റെ മുത്തുമണികള് എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് കൊടുക്കണേ. ഒരുപാട് ദിവസങ്ങള് കണ്ണീരോടെ ജീവിക്കുന്നവരാ.
ഇന്ന് വരെ എന്റെ കൂടെ പറപ്പീങ്ങള് കണ്ണീരോടെ ജീവിച്ചവരാ. നാളെ മുതൽ എന്റെ കൂടെ പറപ്പീങ്ങള് സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇനി നാളെ മുതൽ കണ്ണുനീര് കൊടുക്കല്ല റബ്ബേ, സന്തോഷം നൽകണേ അല്ലാഹ്, വീട്ടില് സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, വീട്ടില് സമാധാനം നൽകണം, സമാധാനം നൽകണം, ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, പൊന്നാര മോനെ ഞങ്ങളെ ദുആ ചെയ്യണേ, ഒന്ന് മരണപ്പെടാൻ ദ്വാരിക്കണേ. ദുനിയാവ് മടുത്തുപോയി. പൊന്നുമോനെ ചെറുപ്പത്തിൽ ഞാൻ നോക്കി വളർത്തിയതാണ്. അടുത്ത വീട്ടിൽ പണിക്ക് പോയിട്ടാണ് ഞാൻ എന്റെ പൊന്നുമോനെ, ഒരു സങ്കടവും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല. എന്റെ പൊന്നുമോനെ ഞാൻ കല്യാണം കഴിച്ചു വിട്ടു. അവനൊരു ഭാര്യ ഉണ്ടായി. എനിക്ക് വിഷമങ്ങൾ പറയാൻ അവനെ മാത്രമാ ഉണ്ടായിരുന്നത്. എന്റെ പ്രശ്നത്തിന് മുഴ വന്നു. ഞാൻ ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് ഡോക്ടർമാർ സ്കാനിങ്ങിന് എഴുതി തന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയപ്പോ ഒരുപാട് പ്രതീക്ഷയോടെ എന്റെ പൊന്നുമോന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് ക്യാൻസറാടാ, ഉമ്മാക്ക് ക്യാൻസറാണ്. ആ പൊന്നുമോനെ പറയാനത്തിന് നിങ്ങൾ മരിച്ചു പോയിക്കോട്ടെ, നിങ്ങളെ കൊണ്ടെന്റെ ഭാര്യക്ക് സ്വസ്ഥതയില്ല. അല്ലാഹുവേ, ചെറിയ പ്രായത്തിൽ ഒരു മിഠായിക്ക് കരഞ്ഞപ്പോ ഒരുപാട് മിഠായി വാങ്ങിക്കൊടുത്ത എന്റെ ഉമ്മ നല്ല കൽബ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. അല്ലാഹുവേ, മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ മക്കളെ കൊടുക്കണല്ല, മക്കളെ കൊടുക്കണയല്ല. അല്ലാഹുവേ, കൗണ്ടിന്റെ പ്രശ്നമാണെങ്കിലും ഗർഭപാതത്തിന് പ്രയാസമാണെങ്കിലും മക്കളില്ലാത്തവർക്ക് ഇനി സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണയല്ല, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണയല്ല. വീടിന്റെ പണി പൂർത്തിയാകാത്തവരുണ്ട്, അവർക്ക് വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണമല്ല. അല്ലാഹുവേ, ഞങ്ങളിൽ പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കില് ഞങ്ങൾക്കറിയട്ടെ, പലിശ ഹറാമോ, ഞങ്ങൾക്കറിയ പലിശ ഹറാമോ. എന്നിട്ടും നിവൃത്തികോട് കൊണ്ട് ഞങ്ങൾ ആധാരങ്ങളെ ഞങ്ങളെ ബാങ്കിൽ പണയം വെച്ചു. അതിന്റെ കാരണം കൊണ്ടാണോ നീ ഞങ്ങൾക്ക് തരുന്ന നിയമത്ത് തടഞ്ഞു വെച്ചതെങ്കിൽ അല്ലാഹുവേ, പുറത്ത് മാഫാക്കി ഞങ്ങൾക്ക് നിയമത്ത് കൊണ്ടുവരട്ടെ. ഞങ്ങൾ ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ, ഞങ്ങളെ സ്വർണ്ണാഭരണം ബാങ്കിൽ നിന്ന് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അല്ലാഹുവേ, വീടിന്റെ ജപ്തി നോട്ടീസ് ഞങ്ങളൊരു ജപ്തി നോട്ടീസ് ചുമരുമ്പോൾ ഒട്ടിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ബാങ്കുകാര് വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹ്, നിങ്ങളെ മാനം കെടുത്തല്ല റബ്ബേ. ഒരാളെ മുന്നിൽ ഞങ്ങളെ മാനം കെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പേര് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അത് എടുക്കാതിന് വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അല്ലാഹുവേ, സ്വർണ്ണാഭരണ ആളുകളെ പറ്റിച്ചു പോയിട്ടുണ്ട്. പല ജ്വല്ലറിക്കാരും ഞങ്ങളെ സ്വർണ്ണാഭരണം പറ്റിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ആധാരങ്ങളെ പറ്റിച്ചു പോയിട്ടുണ്ട്. പൈസ പറ്റിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു തരാനുള്ള ഖൽബ് നൽകണമല്ല, അത് തിരിച്ചു തരാനുള്ള മനസ്സ് നൽകണമല്ല, അത് തിരിച്ചു തരാനുള്ള സമ്പത്ത് അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രവാസികളാണ് അല്ലാഹ്. വിസയില്ലാത്തവർക്ക് വിസ നൽകണേ അല്ലാഹ്, വിസയില്ലാത്തവർക്ക് വിസ നൽകണേ അല്ലാഹ്, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രവാസികളാണ് അല്ലാഹുവേ. വിസിറ്റിൽ പോയവർക്ക് വിസയും ജോലിയും നൽകണേ അല്ലാഹ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, അത് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കള് പ്രവാസികളാ, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാ, ഞങ്ങൾ ഉപ്പമാര് പ്രവാസികളാ, ഞങ്ങൾ ആളുമാര് പ്രവാസികളാ. അല്ലാഹുവേ, ജനാസപ്പെട്ടി
പട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ നീ വരുത്തല്ല റബ്ബേ. ഒരു പ്രവാസികളെ ജനാസ പട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഹബീബിന്റെ മുത്തുമണികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അടുത്ത മജ്‌ലിസിൽ വരുമ്പോഴത്തേക്ക് സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് നിയ്യത്ത് വെച്ചിട്ടാണ് മജ്‌ലിസിലേക്ക് വന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന്റെ മുമ്പ് സന്തോഷ വാർത്ത നൽകണേ അല്ലാഹ്. സന്തോഷ വാർത്ത നൽകണേ അല്ലാഹ്. ഞങ്ങളെ വാപ്പ ഖബറിലാണ്, ഞങ്ങളെ ഉമ്മ ഖബറിലാണ്, ഞങ്ങളെ ഭർത്താവ് ഖബറിലാ, ഞങ്ങളെ മക്കളെ ഖബറിലാ. ഞങ്ങളിൽപ്പെട്ട പലരും ആരുടെ മണ്ണിലാണ് റബ്ബേ. ഞങ്ങൾ ഒരുപാട് പേര് സാദാത്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എത്തി മക്കൾക്ക് ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ഥലം വാങ്ങാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഭക്ഷണം തന്നവരുണ്ട്. എന്നെ കാണുമ്പോ പൈസ തന്നിട്ട് മരണപ്പെട്ടവർക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ മാലാഖമാരനെ ഇറക്കി കൊടുക്കണമല്ലോ. എല്ലാവരുടെ ഖബറിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാർ ഇറക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ വന്നത് വെറുതെ ആക്കല്ല റബ്ബേ. ഈ മജ്‌ലിസിൽ വന്ന് ചൊല്ലിയത് വെറുതെ ആക്കല്ല റബ്ബേ. ഈ മജ്‌ലിസിൽ വെച്ചിട്ട് അല്ലാഹ് ഞങ്ങളെ വെച്ച നിയ്യത്തിനെ കബൂലാക്കണല്ലോ. റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാ. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രൈൻ ഉള്ളവരുണ്ട്, ചെന്നിക്കൊത്തുള്ളവരുണ്ട്, തലയിന് മുളയുള്ളവരുണ്ട്, തലയുടെ മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ചെവിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണിന് മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഒരുപാട് ആളുകൾ സംസാരിക്കാത്തവരുണ്ട്, സംസാരം നിലച്ചു പോയവരുണ്ട്, വായിൽ പുണ്ണുള്ളവരുണ്ട്, തൊണ്ടയിൽ മുളയുള്ളവരുണ്ട്, ടോൺസിസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൾവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ആമാശയത്തിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിന് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിന് മുഴകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രം താഴെ പോകുന്നവരുണ്ട്, ഗർഭപാത്ര ബ്ലീഡിങ്ങിന്റെ പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഗർഭപാത്ര പ്രയാസങ്ങളുള്ളത് കൊണ്ട് ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മലദ്വാരത്തില് ക്യാൻസർ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, 60 വയസ്സായ ഒരു വാപ്പ വന്നിട്ട് പറയാണ് മരിക്കാൻ ദ്വാരക്കണേ തങ്ങളെ. 60 വയസ്സായി തങ്ങളെ, 60 വയസ്സായി പൈസന്റെ രോഗം വന്നു. ഡോക്ടർമാരെ ഞാൻ കാണിച്ചു. 60 വയസ്സ് പറഞ്ഞ പ്രവാസിയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചവരാ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഓർമ്മയുണ്ട് തങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല. ഞാൻ ഒരുപാട് സമയം ഇരുന്ന് ഞാൻ കരഞ്ഞു. എന്റെ മക്കളെയും എന്റെ ഭാര്യ ഓർത്ത് ഞാൻ ഒരുപാട് സമയം ഞാൻ കരഞ്ഞു. എന്നിട്ട് എന്റെ അഭിമാനം നഷ്ടപ്പെട്ട് ഒരാളെടുത്തു പോയി ഞാൻ പൈസ വായ്പ വാങ്ങി എന്റെ മക്കൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് രോഗങ്ങൾ വന്നു. അവർ ഗൾഫിൽ നിന്ന് ഡോക്ടർമാര് പറഞ്ഞ് നാട്ടിലേക്ക് പോവാ. ഞാൻ നാട്ടിലേക്ക് വന്നു തങ്ങളെ. സുബ്ഹാനല്ലാഹ്, വേദന സഹിക്കാൻ മലദ്വാരത്തിന് ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. അങ്ങനെ നാട്ടിലുള്ള ഡോക്ടർമാർ വിധി എഴുതി, ഇനി ഗൾഫിലേക്ക് പോകണ്ട, നിങ്ങളെ മലദ്വാരത്തിന് ക്യാൻസറാണ്. അങ്ങനെ മലദ്വാരം വെച്ച് അടച്ചു. തങ്ങളെ ഓപ്പറേഷൻ വെച്ച് അടച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. സുബ്ഹാനല്ലാഹ്, ഞാൻ വീട്ടിലൊരു കറിവേപ്പിലയാണ്. തങ്ങളൊന്ന് മരിക്കാൻ ദ്വാരിക്കണേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കേണ്ടതുണ്ട്. ഒരാൾക്കും നിങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. ഒരു മൂലയിൽ കടന്നിട്ട് ഞങ്ങളും ആ കാഷ്ടവും ഞങ്ങളുടെ മൂത്രവും ഒറ്റ
മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹു ഒരുപാട് പേര് കല്യാണം ശരിയാവാത്ത പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്. തുണകളെ നൽകണേ അല്ലാ, അവർക്ക് ഹൈറായ തുണകൾ നൽകണേ അല്ലാ. ഒരുപാട് കുടുംബങ്ങള് പ്രയാസത്തില്, മക്കളും വാപ്പയും ഒരുമയില്ല, മക്കളും കുടുംബത്തിന് സമാധാനമില്ല. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ, ഒരുമ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ഭർത്താക്കന്മാർ, ഞങ്ങളെ ആങ്ങളമാരെയും കാക്കണേ അല്ലാ. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെ പെണ്ണിന്റെയും ഫോണിന്റെയും അടിമകളാക്കല്ല റബ്ബേ. ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ നിങ്ങൾക്ക് സ്വർഗ്ഗം വാജിബാക്കണല്ലോ, സ്വർഗ്ഗം വാജിബാക്കണല്ലോ, സ്വർഗ്ഗം വാജിബാക്കണല്ലോ. നരകം ഹറാമാക്കണല്ലോ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ലോ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ല. ഞങ്ങളിൽ പെട്ട പലരും വിയർക്കുന്നുണ്ട് റബ്ബേ. എന്തൊക്കെ രോഗങ്ങളുണ്ടോ ശിഫ നൽകണല്ല, ശിഫ നൽകണയല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ആയുസ് നൽകണയല്ല. ഈ മദ്രസിന് വേണ്ടി പൈസ തന്നവരുണ്ടോ, അല്ലാഹുവേ സ്ഥലം വാങ്ങാൻ തന്നവരുണ്ടോ, അവർക്ക് സ്വർഗ്ഗത്തിൽ കൊട്ടാരം പണി നൽകണല്ല. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കല്ല റബ്ബേ, വെറുതെയാക്കല്ല റബ്ബേ, വെറുതെയാക്കല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല. ഒരുപാട് ആളുകൾ കണ്ണേറ് ബാധിച്ചിട്ട് മറ്റു പ്രയാസങ്ങൾ വന്ന് ഞങ്ങൾ അടുത്ത് വരാറുണ്ട്. അവർക്ക് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് പേര് സ്ഥലം വിറ്റു പോകാനുണ്ട്, നല്ല വിറ്റു പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ, നിങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ, നിങ്ങളെ മക്കൾക്ക് നല്ല മാർക്ക് നൽകണേ അല്ലാ. ഒരുപാട് വിഷമം അനുഭവിച്ചു വന്നവരുണ്ട്. ഒരു ബുദ്ധിമുട്ട് കൂടാതെ സന്തോഷത്തോടെ വീട്ടിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങൾക്കും അതുപോലെ തന്നെ എപി ഉസ്താദിനൊക്കെ ആരോഗ്യം നൽകണേ അല്ലാ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് പണ്ഡിതന്മാരെ ഖബറിലാണ്, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാ, എല്ലാവരും സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വന്നത് വെറുതെയാക്കല്ല റബ്ബേ. എല്ലാ ദിവസവും യൂട്യൂബിലൂടെ മജ്ലിസ് കാണുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഒരാളെ ചതിവ് ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ഒരാളെ ചതിവ് ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ഒരാളെ ഫിത്നയിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കാതെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒരു ബുദ്ധിമുട്ട് കൂടാതെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നോമ്പെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ റമളാനിൽ വരുന്ന റമളാൻ ഞങ്ങളെ അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ, അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ. എന്റെ ഉമ്മമാര്, ഞങ്ങളെ പെണ്ണന്മാര്, ഞങ്ങളെ വാപ്പമാര്, നിജന്മാരൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ ഉദ്ദേശങ്ങൾ മുറാദുകളാക്കി കൊടുക്കണയല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല. വായ്പായി മടക്കല്ല റബ്ബേ, വായ്പായി മടക്കല്ല റബ്ബേ, വായ്പായി മടക്കല്ല റബ്ബേ. റബ്ബനാ വലന്നാ അൻഫുസനാ تغفر لنا وترحمنا لنكونن من الخاسرين. أسكن الله، 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 أسكن الله ونعم الوكيل، أسكن الله ونعم الوكيل، أسكن الله ونعم الوكيل، أسكن الله ونعم الوكيل، ونعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا
أرحم الراحمين توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وآخر مدينة الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البديل يا